അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ അഖീദയിലെ കുറച്ച് മോഡൽ ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. 1. നമ്മുടെ മതം ഏതാണ്? ഇടതുഭാഗത്ത് കാണാം ഇസ്ലാം. അതെന്ത് ചെയ്യണം? നടുഭാഗത്തേക്ക് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. 2. ആരാധനക്ക് അർഹൻ ആരാണ്? അള്ളാഹു അല്ലേ? ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് നമ്മൾ പഠിച്ചു. അള്ളാഹു നിന്ന് നടുഭാഗത്തേക്ക് എഴുതിയെടുക്കുക. 3. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ആര്? മലക്കുകൾ. 4. നബിക്ക് 6 വയസ്സായപ്പോൾ മാതാവ് വഫാത്തായി. 5. നബിക്ക് 53 വയസ്സായപ്പോൾ എന്തായി? ഹിജ്റ പോയി. 6. ഈ ലോകം നശിക്കുന്ന നാളിന് പറയും. ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്ന പേര് ഖിയാമത്ത് നാൾ. 7. ഇഞ്ചീൽ നൽകപ്പെട്ടത് ഏത് പ്രവാചകനാണ്? ഈസാ നബി അലൈഹിസ്സലാം. 8. സബൂർ നൽകപ്പെട്ടത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. 1. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് 1ാമത് ഊതുമ്പോഴാണ് ലോകം ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറിൽ 1ാമത് ഊതുമ്പോഴാണ് ലോകം നശിക്കുക. 2. നബിയുടെ ഗോത്രം ഖുറൈശും വംശം ഡാഷ്. നബിയുടെ ഗോത്രം ഖുറൈശും വംശം ഹാഷിമിയുമാണ്. 3. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട ഡാഷ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബിയാണ്. 4. തൗറാത്ത് നൽകപ്പെട്ട നബിയാണ് ഡാഷ്. തൗറാത്ത് നൽകപ്പെട്ട നബിയാണ് മൂസാ നബി അലൈഹിസ്സലാം. 5. ഖുർആൻ ഷരീഫാണ് നമ്മുടെ ഡാഷ്. ഖുർആൻ ഷരീഫാണ് നമ്മുടെ കിതാബ്. ചിലപ്പോൾ ചോദ്യമായിട്ടും വരും, നമ്മുടെ കിതാബ് ഏതാണെന്ന് ചോദിക്കും. ഖുർആൻ ഷരീഫ്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 1. തഫ്സീലു അശ്രിൻ മിൻഹുമു ഡാഷ് അസ്റായീലു. പൂരിപ്പിച്ചു കൊടുക്കാം. തഫ്സീലു അശ്രിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റായീലു. 2. അർബഅത്തും മിൻ ഡാഷ് തഫ്സീലിഹ ഡാഷ് ബിൽ ഹുദാ തൻസീലുഹാ. പൂരിപ്പിച്ചുക. അർബഅത്തും മിൻ കുതുബിൻ തഫ്സീലുഹാ തൗറാത്തു മൂസ ബിൽ ഹുദാ തൻസീലുഹാ. 3. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച കാലം. ഉത്തരം 10 വർഷം. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ചോദ്യം 1. മലക്കുകളുടെ എണ്ണം അറിയാം ആർക്ക്? ഉത്തരം അള്ളാഹുവിന് മാത്രം. 2. സ്വർഗത്തിൽ താമസിപ്പിക്കും ആരെ? ഉത്തരം ദുനിയാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ അള്ളാഹു സ്വർഗസുഖങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിപ്പിക്കും. 3. അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത് എപ്പോഴാണ്? ഉത്തരം എന്ത് ഗുണം ലഭിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയണം. ചോദ്യം 4. നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം എന്തുകൂടി പറയണം? ഇൻഷാ അല്ലാഹ്. 5. അംബിയാ മുർസലുകൾ ആരാണ്? ഉത്തരം അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു. അവരാണ് അംബിയാ മുർസലുകൾ.
ഇനി അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതാം. 1. അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. 2. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ അർത്ഥം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ഇതോടുകൂടെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഖീദയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.